ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഈ ജീവിത വിജയം എന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടി എടുക്കുക എന്നതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ആഗ്രഹങ്ങൾ നമുക്ക് വേണം, തീർച്ചയായിട്ടും. ആഗ്രഹങ്ങളില്ലെങ്കിൽ നമുക്ക് പുരോഗതിയില്ല. പക്ഷേ ജീവിത വിജയം എന്നത് വെറും ആഗ്രഹത്തെ മാത്രം ആശ്രയിച്ചാകരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ നമ്മളെ നേരിടുന്ന കുറേ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കൂടി നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വിജയത്തേക്കാൾ ഉപരി അധപ്പതനവും, പരാജയം പോട്ടെ, അധപ്പതനവും, അവസാനം ജീവിതം തന്നെ നഷ്ടപ്പെടലുമായിരിക്കും. ഇന്ന് സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധ വേണം. ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയൊരു പ്രവണത സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരുന്നു. അപ്പോൾ കൂട്ടുകെട്ടുകൾ പലപ്പോഴും ലഹരി വസ്തുക്കളിലേക്ക് മാറുമ്പോൾ അതൊരു വലിയ ജീവിത പരാജയത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് വഴിവെക്കുമെന്ന് തിരിച്ചറിവില്ലാതെ പോയാൽ ആഗ്രഹങ്ങൾ മാത്രം കൊണ്ട് ജീവിതം പൂർണ്ണമാകുമോ? ഇവിടെ പലപ്പോഴും അത്യാഗ്രഹം കൊണ്ട് സ്വർണ്ണക്കടത്തും അതുപോലെ ലഹരിയും തുടങ്ങിയിട്ടുള്ള മാഫിയകളിലൊക്കെ പെട്ട് എത്ര യുവത്വം നശിച്ചു പോകുന്നു നോക്കൂ. പ്രേമങ്ങളുടെ പ്രലോഭനവും. അപ്പം ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നല്ല കഴിവുള്ള 2 ആർട്ടിസ്റ്റുകൾ, മോഡലുകൾ, അവരൊരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ള പത്രവാർത്ത അങ്ങനെ വായിച്ചപ്പോൾ, ഇവർ മരിക്കുന്നതിന് മുമ്പിൽ ഇവർക്ക് കൊടുത്ത ജ്യൂസിലൊക്കെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്നാണ്, ജ്യൂസിലെന്തോ മയക്ക് മരുന്നൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് പത്രവാർത്ത. നമുക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഞാനിങ്ങനെ വായിച്ചപ്പം ഞാൻ പറയാൻ കാരണം, ഇപ്പം നല്ല കഴിവുള്ള മോഡലുകളൊക്കെ ആണെങ്കിലും ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ പോലും ചൂഷണം ചെയ്യാൻ തയ്യാറുള്ള ഒരു സമൂഹം ചുറ്റുമുണ്ടെന്നും, അപ്പം അവരുടെ ചില പെരുമാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപകടങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു കഴിവും കൂടെ മനുഷ്യന് വേണ്ടേ? അപ്പം അറിവ് മാത്രം പോരാ, ഈ തിരിച്ചറിവ് കൂടെ വേണ്ടേ? അപ്പോഴല്ലേ ജീവിത വിജയമാവുള്ളൂ. ഈ തിരിച്ചറിവാണ് പലർക്കും ഇല്ലാതെ പോയി ഈ പാറ്റകളെപ്പോലെ തീയിൽ ചെന്ന് ചാടി ജീവിതം നശിപ്പിക്കുന്നത്. അത് ഞാൻ പറയേണ്ടത് ഈ ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല. നാളെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അമിതമായ ഉത്കണ്ഠകൾ വന്നാൽ അതോടുകൂടി ജീവിതം തീരാം. അവിടെയും തിരിച്ചറിവ് വേണം. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്, ഞാൻ ഇത് പറയാൻ കാരണമൊക്കെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മുടെ സർക്കിളിൽ പറഞ്ഞപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അയാൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. ടെസ്റ്റുകളൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത തന്നിലുണ്ട് എന്നെങ്കിലൊരു തിരിച്ചറിവുണ്ടെങ്കിൽ വേദനയും മറ്റും വരുമ്പോൾ അമിതമായ ഉത്കണ്ഠയും അമിതമായ പേടിയും ഒക്കെ വരുമ്പോഴുണ്ടല്ലോ, ആ അമിതമായ മനസ്സിലുണ്ടാകുന്ന ഭയമാണ് പലപ്പോഴും മരണത്തിന് കാരണമെന്ന് നമ്മൾ അറിയുന്നില്ല. മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ച് അവർ ഹാർട്ട് നിന്നു, അതുകൊണ്ട് പേഷ്യൻ്റ് പോയി എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഹാർട്ട് അറ്റാക്കാണ്. പക്ഷേ വാസ്തവത്തിൽ ഹാർട്ട് അറ്റാക്ക് അല്ല അസുഖം ഉണ്ടാക്കിയത്, ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അസുഖം മീൻസ് ഈ മരണം ഉണ്ടാക്കിയത്. ഹാർട്ട് അറ്റാക്കിനേക്കാളും വലിയ ജീവിത പ്രശ്നമായത് ആ മനസ്സിലുണ്ടായ ഭയം, ആ മനസ്സിലുണ്ടായ ചില ഉത്കണ്ഠകൾ. കാരണം പെയിൻ അടിച്ചു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ, ആ ഒരു ഭയം അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ കയറി വരും.
ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ തന്നെ ഭയം വരുമല്ലോ. ആ ഭയത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? മരണത്തെപ്പോലും ചിലപ്പോൾ നേരിടാം. അത് എളുപ്പമല്ല. ഇപ്പം നമുക്കൊരു പാമ്പ് കടിച്ച് കാലിൽ കൊത്തിയെന്ന് വിചാരിക്കുക. ആ കൊത്തുന്ന സമയത്ത് തന്നെ പേടി വന്നു. കാരണം മരണം, പാമ്പ് കടിച്ചാൽ മരിക്കുന്നതാണ് നമ്മൾ തലയിലുള്ള ഡിക്ഷണറിയിൽ എഴുതി വെച്ചത്. അപ്പം അതുകൊണ്ട് മരണം എന്നത് അപ്പം നമ്മുടെ ചിന്തയിൽ വന്നു, ചിന്തിച്ചു പോകും നമ്മൾ. ആ ചിന്തയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിയാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വികാരമല്ല ഭയം. അപ്പോൾ എന്തു വേണം? ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ തടയിടാൻ, അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവും മാർഗവും നാം പരിശീലിക്കണം. അപ്പോൾ പോകുന്ന വഴിയിൽ ഭയം ഉണ്ടാവാം, പോകുന്ന വഴിയിൽ വിഷമങ്ങളുണ്ടാവാം, പോകുന്ന വഴിയിൽ അസ്വസ്ഥതകളുണ്ടാവാം. ആ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാവാം. അപ്പം അതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ മറികടക്കണം, അതിൽ നിന്ന് പുറത്ത് കടക്കണം. ഞാൻ ഒരിക്കലും അതിലൊന്നും ദുർബലനായി തളരരുത്. അതെൻ്റെ ജീവിതത്തിൻ്റെ മരണത്തിന് പോലും കാരണമാവും. അപ്പം അങ്ങനെ നമുക്ക് പുറത്ത് കടക്കാനുള്ളൊരു മാർഗം മനസ്സിലാക്കിക്കൊണ്ട് ആ കരുത്തിൻ്റെ, ശക്തിയുടെ, പ്രചോദനത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവാൻ, മാർഗത്തെയും ഒരു മാർഗത്തിലൂടെ നടക്കാനുള്ള പരിശീലനത്തെയും നമുക്ക് കാണിച്ചു തരികയാണ് ഭഗവത്ഗീത. അപ്പം എന്തിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ വരുമ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ളൊരു മനോധൈര്യം, അതിൻ്റെ മാർഗരേഖയാണ് ഈ ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഗീത പഠിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ ഗീത വെറുതെ പഠിച്ച് നമ്മൾ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയല്ല. ഇത് ശ്ലോകങ്ങളിലൂടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ചില പരിശീലനങ്ങൾ ചെയ്തുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ സധൈര്യം നേരിടാനുള്ള ഒരു കരുത്ത് നേടലാണ്. അപ്പം അതുകൊണ്ട് ഗീത കൃത്യമായി മനസ്സിലാക്കണം. ഗീത മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മരണത്തിനോ, നിങ്ങൾ നിങ്ങളുടെ അധപ്പതനത്തിനോ, നിങ്ങൾ നിങ്ങളുടെ നാശത്തിനോ കാരണമാവാതിരിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ സർവ്വ വിനാശത്തിനും കാരണം എന്നറിയുക. കാരണം അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്ന പോലെ മനസ്സ് ദുർബലമായാൽ, മനസ്സ് ഭയത്തിൽ വീണുപോയാൽ ഏത് ജീവിതവും തകർന്ന് തരിപ്പണമോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വികാരങ്ങൾ തീവ്രമായി നമ്മളെ സ്വാധീനിക്കുന്നതിന് മുമ്പ്, വികാരങ്ങൾ വരും, അതിൽ സംശയിക്കേണ്ട നിങ്ങൾ. വികാരങ്ങൾ സ്വാഭാവികമാണ്. കാരണം വികാരങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കുന്നതാണ്. വികാരങ്ങളില്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ആ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ, ആ വികാരങ്ങളിൽ നിന്ന് നമുക്ക് കുറേ പുറത്ത് കടക്കാൻ, അതിനുള്ള ഉൾക്കരുത്ത്, ഉൾശക്തി, ആത്മശക്തി അതില്ലാതെ പോകുമ്പോഴാണ് ആ വികാരങ്ങളുടെ പ്രക്ഷുബ്ധതയിൽ, ആ വികാരങ്ങളുടെ തീവ്രതയിൽ ജീവിതം ആടി ഉലഞ്ഞ് തകരുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രക്ഷുബ്ധതയെ നിയന്ത്രിക്കാനുള്ള കരുത്ത് ഭഗവത്ഗീത പറഞ്ഞു തരുന്നുവെങ്കിൽ, കാണിച്ചു തരുന്നെങ്കിൽ നാം ഉൾക്കൊള്ളേണ്ടതല്ലേ? അപ്പം നമുക്ക് ഗീതയിലൂടെ തന്നെ യാത്ര ചെയ്യാം. 4-ാം അധ്യായത്തിൽ നാം എത്തി നിൽക്കുന്നത് അർജുനന് കൃഷ്ണൻ 3 വാക്കുകൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കർമ്മം, അകർമ്മം, വികർമ്മം. ഈ വാക്കുകളാണ്, വളരെ ഗംഭീരമായ വാക്കുകളാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ആ ശ്ലോകങ്ങളെ നമുക്ക് നോക്കാം. അർജുനനോട് പറയുന്നു, അർജുന, ഇവിടെ ജീവിക്കുമ്പോൾ ഈ 3 ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം ആ 3 ഭാവങ്ങൾ ഏതാണ് എന്ന് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ശ്ലോകങ്ങളാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത്. നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകം ഗീതയിൽ 4-ാം അധ്യായത്തിൽ 15-ാം ശ്ലോകമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഒന്നുകൂടി വായിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം
പൂർവൈ പൂർവതരം കൃതം. അർജുന, കർമ്മത്തെ ജ്ഞാത്വ, വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട്, പൂർവൈരപി, പൂർവികരും ഇവിടെ ജീവിച്ചിരുന്നു. മുമുക്ഷുബി, മുമുക്ഷുക്കളായിട്ട്. അതായത് ഈ മുമുക്ഷുബി എന്നൊക്കെ പറയുന്ന അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടിച്ചേർക്കണം. ഒരു വശത്ത് അവനവൻ്റെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ അനുഷ്ഠിക്കുമ്പോഴും വേറൊരു വശത്ത് തനിക്ക് വരുന്ന വെല്ലുവിളികളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, അത് ഭയമാവട്ടെ, കാമമാവട്ടെ, ക്രോധമാവട്ടെ, ഇത്തരം വികാരങ്ങളുടെ തീഷ്ണമായ സ്വാധീനത്തിൽ മനസ്സിനെ ആടി ഉലയാൻ അനുവദിക്കാതെ അതിനെ അഭിമുഖീകരിക്കാനും മറികടക്കാനുമുള്ള കരുത്തിൻ്റെ പേരാണ് മുമുക്ഷു, മോക്ഷയിച്ചു. മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മരിക്കുമ്പോൾ എവിടെയോ ആകാശത്തിലേക്ക് പോകാനുള്ളതല്ല മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം നേടലാണ്. നമ്മളെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും മോചനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ പാമ്പിൻ്റെ കാര്യം ഉദാഹരണം എടുത്താൽ മതി. ഒരു പാമ്പ് നമ്മുടെ മുന്നിൽ വന്ന് കടിക്കാൻ വേണ്ടി അങ്ങനെ കൊത്തുന്നു. ആ സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഭയം എന്ന വികാരത്തിൽ നിന്ന് മനസ്സിനെ നമുക്ക് മോചിപ്പിക്കാൻ സാധിച്ചാൽ അത് മോക്ഷമാണ്. ആർക്കാ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നോ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. നിങ്ങൾ വിചാരിക്കരുത് ഓൺ ദ സ്പോട്ട് പറ്റുന്നതാണ്. അതിന് നമ്മൾ നേരത്തെ ചില പരിശീലനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആ വികാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. കൊച്ചുകുട്ടികൾ പാമ്പിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ, തീയുടെ അടുത്ത് പോകുമ്പോൾ അവർക്കും വല്ല പ്രക്ഷുബ്ധതയുമുണ്ടോ? അവരുടെ മനസ്സിൽ സന്തോഷമാണ്, ഓ കളിക്കാൻ പറ്റിയൊരു സാധനം എന്നുള്ളതാണ്. പാമ്പിനെയൊക്കെ പോയി തൊടുമ്പോൾ എന്തൊരു സന്തോഷത്തിലാണ്. പക്ഷേ വീട്ടിലെ അമ്മയോ അച്ഛനോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോവത്. അപ്പം ഈ തരത്തിൽ നിങ്ങൾ കണ്ടില്ലേ, കൊച്ചുകുട്ടികൾ ആനയുടെ അടുത്തൊക്കെ പോകുന്നത് ഒരു പേടിയില്ല അവർക്ക്. കൊച്ചുകുട്ടി തീയിലേക്ക് എടുത്തു പോകുന്നത്, വെള്ളം മഴയൊക്കെ കണ്ടാൽ കുത്തി മറയാൻ കുട്ടികൾ പുറത്ത് ചാടുന്നത്, അവർക്കതൊന്നും ഒരു പേടിയില്ല. കുളത്തിലേക്കൊക്കെ കുട്ടികൾ അങ്ങനെ ഇറങ്ങി പോകുന്നത് അവർക്കൊരു പേടിയില്ലല്ലോ. അപ്പം ഈ ഭയമില്ലാത്തൊരു മനസ്സ് കുട്ടിയെ സംബന്ധിച്ച്, കുട്ടിക്ക് അതിൻ്റെ വരും വരായകൾ അറിയില്ല. എന്നാൽ വരും വരായകൾ അറിഞ്ഞിട്ട് പോലും ഒരു ഭയമില്ലാത്തൊരു മനസ്സ്, അത്തരത്തിലുള്ളൊരു ധൈര്യവും കരുത്തും നിറഞ്ഞ ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സ് നേടി ജീവിച്ച പൂർവികരായ ആളുകളുണ്ട്. അർജുന, നിനക്കും അതുപോലുള്ളൊരു മനസ്സ് നേടണമെന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞിരിക്കേണ്ട ചില രഹസ്യങ്ങളുണ്ട്. ഇതെങ്ങനെ നേടിയെടുക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ കൃഷ്ണൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഒരു വശത്ത് നമ്മുടെ കർത്തവ്യങ്ങളും കടമകളൊക്കെ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ വേറൊരു വശത്ത് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെയൊക്കെ മാനസികമായി അതിനെ നേരിടാനുള്ള ഉൾക്കരുത്ത്, ഒരു ഉൾജ്ഞാനം, ആത്മജ്ഞാനം നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതത്തെ നയിക്കണം. അപ്പം അതുകൊണ്ട് അർജുനനെ 3 വാക്കുകൾ കൃഷ്ണൻ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത ശ്ലോകം മുതൽ നമ്മൾ ഈ വാക്കുകൾ പരിചയപ്പെടുകയാണ്. അതിഗംഭീരമാണത്. 16ാമത് ശ്ലോകം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാം തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. അതിഗംഭീരമാണ് ഈ ശ്ലോകങ്ങൾ. ശ്രദ്ധിക്കണം നിങ്ങൾ. ഒന്ന്, കൃഷ്ണൻ പറയണത് കിം കർമ്മ. കിം കർമ്മ, കിം കിം എന്നുള്ള വാക്കിന് എന്ത് എന്നാണ് പൊതുവെ. എന്ത് കിം എന്നാണ് സംസ്കൃതത്തിൽ എന്ത് എന്ന് ചോദിക്കുന്നതിനാണ് കിം പൊതുവെ വയ്ക്കുക. പക്ഷെ ഇവിടെ കൃഷ്ണൻ എന്ത് കർമ്മം എന്ന് പറയുമ്പോൾ എന്ത് കർമ്മം എന്നുള്ളതല്ല കൃഷ്ണൻ അർത്ഥമാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആചാര്യന്മാരിൽ നിന്ന് കേൾക്കണം ഇത്. ഇവിടെ എങ്ങനെ ഒരു കർമ്മം നമുക്ക് പൂർണ്ണമായൊരു ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ട് മനസ്സ് അതിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാം. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മമാണെങ്കിലും
ഹൗ വി ക്യാൻ ബ്രിങ് ദ ബെസ്റ്റ്. ഹൗ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. എനിക്ക് എങ്ങനെ ഇത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ഇതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ എങ്ങനെ ഒരു 100% ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് പറയുമ്പോഴല്ലോ മനസ്സിലാക്കണം, പലരും അവരവരുടെ കർമ്മ മേഖലയിൽ പോലും അവരുടെ ഫുൾ വ്യക്തിത്വത്തെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തവരാണ്. ഇപ്പം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, പലരും ക്വാളിഫൈഡാണ്, എഡ്യൂക്കേഷൻ വൈസ് ക്വാളിഫൈഡാണ്. പക്ഷേ എല്ലാവരും അവരുടെ കഴിവുകളെ മുഴുവൻ കൊണ്ടുവരാൻ പറ്റുന്നവരല്ല. സം കൈൻഡ് ഓഫ് അവരുടെ ഉള്ളിൽ ചില ഒബ്സഷൻസോ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കഴിവിനെ കൊണ്ടുവരാൻ പറ്റുക, കർമ്മത്തിലേക്ക് കഴിവോടുകൂടിയിട്ട് അതൊരു കാര്യം ആർട്ടോടുകൂടി ചെയ്യാൻ പറ്റുക. ഇപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു പോളിസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അതായത് ഇവിടെ ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പലരും ഓരോ വർഷം കൂടുന്തോറും പ്രൊമോഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ സിസ്റ്റമേ നിർത്തലാക്കാൻ പോവുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ റിട്ടയർമെൻറ്റിൻ്റെ പ്രായമായാലും ചിലപ്പോൾ ക്ലർക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കാണാം. എനിക്ക് അത്ഭുതമൊന്നുമില്ല, ഒരു റിട്ടയർമെൻറ്റൊക്കെ ആവാനുള്ള ആൾക്കാർ ഒരു പ്രൊമോഷനൊന്നുമില്ല, പ്രൊമോഷനില്ല. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അവർ പീരിയോഡിക്കലി ചില പരീക്ഷകൾ ടെസ്റ്റുകൾ നടത്തും, പിന്നെ ഇവരുടെ പെർഫോമൻസിനെ വിലയിരുത്തും. അപ്പോൾ ഓരോരുത്തരുടെയും സർഗാത്മകമായ ഒരു സർഗവൈഭവം, കലാവൈഭവം, അവരുടെ ഒരു ആർട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവ് അവരവർ ചെയ്യുന്ന കാര്യത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ളവരല്ലെങ്കിൽ അത്തരം ആളുകളെ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു കർമ്മം, ഒരു ജോലി ഏറ്റെടുത്തത് അതുപോലെ ചെയ്യുന്ന ആളുകളെ അല്ല വേണ്ടത്. അത് വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ മനസ്സോടുകൂടിയിട്ട് അങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് മൈൻഡുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ഉണരുക? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും മനസ്സിലാക്കണം. നിങ്ങൾ എൻജിനീയറിങ് കഴിഞ്ഞ് കാണും, ഡോക്ടറായിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി എന്നൊരു ഭാഗം ഉണർന്നിട്ടില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ, പ്രവൃത്തികളെ, ജോലിയെ കൊണ്ടു നടക്കാൻ പ്രാപ്തരാവില്ല. അതുകൊണ്ടാണ് പലരും പല ഫീൽഡിലും ശോഭിക്കാത്തത്. നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആ സർഗാത്മകത, നിങ്ങളുടെ ആ ഉള്ളിലുള്ള ഒരു സ്വരം, നിങ്ങളുടെ ഒരു താളം, നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഉത്കൃഷ്ടമായ ഭാവം, അത് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് ഫുൾ ഇൻവോൾവ് ആവണം. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മുടെ ജോലിയിൽ ഇൻവോൾവ് ആവുള്ളൂ. അതുകൊണ്ടാണ് പലരും ജോലി ചെയ്യുന്നത് വളരെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു താല്പര്യമില്ലാതെ, അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയാൽ നമുക്ക് ദേഷ്യം വരുന്നത് അതുകൊണ്ടാണ്. ഈ സർഗാത്മകമായൊരു ആവിഷ്കാരം അവരിൽ കാണുന്നില്ല. ഈ സർഗാത്മകമായൊരു ആവിഷ്കാരം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ മനസ്സത്രയും ചെയ്യുന്നതിലോട് ട്യൂൺഡാവണം. അപ്പം അതിന് മനസ്സിനെ കുറെ ട്രെയിൻ ചെയ്യിക്കണം. മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കണ്ടമാനമുള്ളവർക്ക് ഒരിക്കലും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ അനാവശ്യമായ കുറേ കാമക്രോധ ലോപമോഹ മത മത്സര അസൂയ വിദ്വേഷം തുടങ്ങിയ കുറേ അനാവശ്യ ചിന്തകൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് മൈൻഡ് കണ്ടമാനമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കണ്ടമാനം ഉള്ളിൽ സപ്രസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ സർഗാത്മകമാവാൻ പറ്റില്ല. എല്ലാവരും സർഗാത്മകമാവാൻ കഴിവുള്ളവരാണ്. വൈ പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ബ്രിങ് ദ ബെസ്റ്റ്? അവരവരുടെ പ്രൊഫഷണലിൽ എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ ബെസ്റ്റ് കൊണ്ടുവരാത്തത്? ഉള്ളിൽ അനാവശ്യ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്. ഉള്ളിലുള്ള അനാവശ്യ ചിന്തകൾ, ഇപ്പം നമുക്കറിയാം, ഒരു ഗ്ലാസ്, അതും നമ്മളിപ്പം നല്ല ക്ലീൻ പ്യുവർ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ എടുക്കുന്നു. അതിൽ നല്ല പ്യുവർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലിയർ വാട്ടർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ഗ്ലാസ്സിന് എന്തെങ്കിലും ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ എന്തെങ്കിലും കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നമുക്ക് കാണാൻ പറ്റുമോ? ഇതുപോലെയാണ് ബുദ്ധിയും മനസ്സും. ബുദ്ധി എന്ന് പറയുന്നത് ഇതിലെ കണ്ടൻ്റാണ്. ഇപ്പം നമ്മളൊക്കെ പഠിച്ച സാധനം കണ്ടൻ്റാണ്. പക്ഷെ ഇത് നിൽക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, കണ്ടെയ്നർ മൈൻഡാണ്.
ഈ കണ്ടെയ്നറിലൂടെ മാത്രമേ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിക്കണമെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കുക വേണമല്ലോ. ഇതുപോലെ മനസ്സെന്നൊരു കണ്ടെയ്നറിലൂടെ മാത്രമേ അതിലുള്ള കണ്ടെയ്ൻഡ് വെള്ളം ബുദ്ധിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ എത്ര ബുദ്ധിമാന്മാരായാലും ഇഫ് ദ മൈൻഡ് ഈസ് കൺടാമിനേറ്റഡ്, ദ മൈൻഡ് ഈസ് ഫെയ്ഡ്, നമ്മുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ആ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കണം, അതിൽ പറ്റിയ കറ കളയണം, അതിലുള്ള അനാവശ്യ ചിന്ത കളയണം. അപ്പം അതിനാണ് നമ്മളോട് രാവിലെ എണീറ്റ് യോഗയും ജപവും ധ്യാനവും ഒക്കെ പരിശീലിക്കാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഡെയിലി കുറച്ച് നേരം ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറേ മനസ്സിലുള്ള അനാവശ്യ ചിന്തകളുടെ ആ ഒരു കംപ്രസ്ഡ് ഒരു തോട്ട്സ് ലെവലൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പഴയ കാലത്ത് നിങ്ങൾക്ക് കാണാം, ഈ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലൊക്കെ ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി വളരെയധികം ഒരു കാലത്ത് ഡോമിനേറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ഈ IIT കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ ഈ ഒരു ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ആളുകൾ പണ്ട് കാലത്ത് ഹൈ പ്രൊഫഷണൽ ലോകത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ത്യയുടെ സിവിൽ സർവീസ് മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി ഇത്ര ഉന്നതിയിലെത്തിയത്. വെറുതെ നമ്മൾ ജാതിയുടെ പേരും പറഞ്ഞ് ബഹളം വയ്ക്കരുത്. അതിന് കാരണം അവരുടെ വർക്ക് ക്വാളിറ്റി തന്നെയാണ്. ആ വർക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടായത്? ചെറുപ്പത്തിൽ 1008 തവണ ഗായത്രി ജപിക്കുകയാണ്. അപ്പോൾ ഈ മനസ്സിലുള്ള അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവായി വരുമ്പോൾ, ആ മനസ്സിന് ക്ലാരിറ്റി വരുമ്പോൾ അവരുടെ ആ സർഗാത്മകത അവർക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ്. ഏത് പ്രൊഫഷണൽ ഫീൽഡിലും സക്സസ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചൊക്കെ ഒരു സാധനയില്ലെങ്കിൽ അവരിലുള്ള സാധ്യത പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ വലിയ ഗാനഗന്ധർവനായ ദാസേട്ടനോട് ചോദിച്ചാലും ഭാരതത്തിൻ്റെ ഏറ്റവും അഭിമാനപൂരിതമാകുന്ന നമ്മളെ അന്തരംഗത്തെ ഉൾപ്പുളകം കൊള്ളിക്കുന്ന മെട്രോ പോലുള്ള കൊങ്കൺ റെയിൽവേ തുടങ്ങിയ അതിഗംഭീരമായ പ്രൊജക്റ്റുകൾ ചെയ്ത ശ്രീധരൻ സാറിനോട് ചോദിച്ചാൽ ഒക്കെ പറഞ്ഞു തരുന്നത് ഉപാസനയിലൂടെയാണ് അവർക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള, അവരെ കഴിവിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരാനുള്ള ശക്തി കിട്ടിയത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ഉപാസനയില്ല. രാവിലെ എണീറ്റ് കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ള ഗായത്രി മന്ത്രം നിങ്ങളും ചൊല്ലി നോക്കൂ. അതിന് ബ്രാഹ്മണനായി ജനിക്കണമെന്നൊന്നുമില്ല, ആർക്കു വേണമെങ്കിലും ജപിക്കാം. അപ്പം നമുക്കും അങ്ങനെ ഒരു മനസ്സിനെ കൊണ്ടുവരണം. നിങ്ങളുടെ കണ്ടെയ്നർ ക്ലീൻഡ് ആണെങ്കിൽ കണ്ടൻറ്റ് ബുദ്ധിയെ നിങ്ങൾക്ക് മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇഫ് ദ കണ്ടെയ്നർ ഈസ് സം കൈൻഡ് ഓഫ് ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, കണ്ടെയ്നർ ഈസ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, പൊല്യൂട്ടഡ് ആണെങ്കിൽ, അതിലെത്ര നല്ല ബുദ്ധിയുടെ കണ്ടെയ്ൻഡ് സാധനങ്ങൾ ഇട്ടാലും നിങ്ങളുടെ മനസ്സിന് പെർഫെക്ഷനായിട്ട് ആ കഴിവിനെ അറിവിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. സോ ലെറ്റ് ദിസ് മൈൻഡ് ബി ക്ലീൻഡ്. ആ മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കണം, ഫേം ആക്കണം, ക്ലീൻഡ് ആക്കണം. അതിന് ചില ജപവും ധ്യാനവും പരിശീലിക്കുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന കിം കർമ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെ നമുക്ക് സുന്ദരമായി നമ്മുടെ കർമ്മങ്ങളെ വളരെ ലാഘവത്തോടുകൂടി, വളരെ ആയാസമില്ലാതെ, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിലെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡിനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? കിം കർമ്മ, ഹൗ ക്യാൻ ഐ ഡെവലപ്പ് എ മൈൻഡ് വിച്ച് ബ്രിങ് ദ ബെസ്റ്റ് ഓഫ് മൈ ആക്ഷൻസ്? അതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ അർജുനന് പറഞ്ഞു കൊടുക്കുക. അർജുന, എങ്ങനെ ഒരു നല്ല മനസ്സിനെ ഡെവലപ്പ് ചെയ്യാം? ഇനി രണ്ടാമത്തെ കിം അകർമ്മേതി. എന്താണ് അകർമ്മം? അകർമ്മം എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മം അകർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുക, അകർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക. അങ്ങനെയല്ലേ നമ്മൾ അർത്ഥം എടുക്കുക? ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെയല്ലേ അർത്ഥം എടുക്കുക. പക്ഷെ ഇവിടെ അർത്ഥത്തിലേ അല്ല കൃഷ്ണൻ പറയണത്. കർമ്മവും അകർമ്മവും സമന്വയിപ്പിക്കണം എന്നാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അകർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഒരു കർമ്മവും ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് പരിപൂർണമായ സ്വസ്ഥത, പരിപൂർണമായൊരു വിശ്രാന്തി, നമ്മൾ പറയില്ലേ റിലാക്സേഷൻ. അതായത് മനുഷ്യ മനസ്സിന് ഇത് രണ്ടും സമന്വയിപ്പിക്കാൻ പറ്റുന്നതാണ്. ഒരു വശത്ത് തൻ്റെ പൂർണ്ണമായ കഴിവിനെ ആവിഷ്കരിച്ച് തൻ്റെ കർമ്മമേഖലകളെ ഗംഭീരമാക്കാനും മനുഷ്യന് സാധിക്കും.
എന്നാൽ അതേസമയം സ്വസ്ഥതയും ശാന്തിയും നിറഞ്ഞ ഒരു മനസ്സ് കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കും. എന്തൊരു ഗംഭീരം! കർമ്മവും അകർമ്മവും ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം? കവയോബി അത്ര മോഹിത. ഇത് അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലാവില്ല. കവയോബി, കവി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുത്തുകാർ, പാട്ടുകാരല്ല. ഇവിടെ കവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വളരെ ക്രാന്തദർശികളായ, ബുദ്ധിമാന്മാരായ, വളരെ വലിയ ചിന്തകന്മാരായ, പണ്ഡിതന്മാരായ ആളുകൾക്ക് പോലും ഈ കാര്യത്തിൽ അബി അത്ര മോഹിത, അവർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരും ഇങ്ങനെയുള്ള ഈ കഴിവിനെ, അതായത് ബ്രിങ്ങിങ് ദ ബെസ്റ്റ് അറ്റ് ദ സെയിം ടൈം കീപ്പിംഗ് എ വെരി കൂൾ ആൻഡ് കാം മൈൻഡ്, സൈമൾട്ടേനിയസ്ലി ഇതെങ്ങനെ ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന, പ്രൊഫസർമാരെന്ന് പറയുന്ന, വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾക്ക് പോലും ഒരെത്തും പിടിയില്ല. അവരൊന്നും ഈ രഹസ്യം മനസ്സിലാക്കിയില്ല, അവരൊന്നും ഈ സത്യം മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അർജുന, ഞാൻ നിനക്ക് കർമ്മ പ്രവക്ഷ്യാമി, നിനക്ക് ഈ കർമ്മ അകർമ്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പ്രവക്ഷ്യാമി, ഞാൻ നിനക്ക് വ്യക്തമാക്കി തരാം. അപ്പം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഹൗ ടു ബ്രിങ് ദ ബെസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഹൗ ടു മെയിൻറ്റെയിൻ വെരി റിലാക്സ്ഡ് കാം മൈൻഡ്, കൂൾ മൈൻഡ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അറ്റ് ദ സെയിം ടൈം വെരി കാം ആൻഡ് പീസ്ഫുൾ എക്സ്പീരിയൻസ്, ഓർ കാം ആൻഡ് പീസ്ഫുൾ ഒരു എന്താണ് ഇന്നർ ഫീലിംഗ്. ആ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? രണ്ടും എങ്ങനെ കൊണ്ടുപോവാം? ഈ രഹസ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം. തുടർന്ന് കാണാം നാളെ ഇതേ സമയം. ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത.